നമുക്ക് കൂലി കിട്ടുന്ന കാര്യങ്ങൾ പോലും തള്ളിക്കളഞ്ഞു ഇവര്. ഇങ്ങനെ തള്ളിക്കളയേണ്ടി വന്നത് എന്തുകൊണ്ട്? അതാ ഞാൻ തുടങ്ങി വെച്ച്. എന്റെ മഹാന്മാരെ പാന്താവ് ഒഴിവാക്കി. അതിന്റെ പുറമെ പ്രമാണങ്ങളെയൊക്കെ തെളിവില്ലാതെയാക്കി മാറ്റി. അതിന് തുടക്കത്തിൽ 2 ക്ലിപ്പിയായിട്ടൊന്നു ബുഖാരി എന്തായിരുന്നാലും തള്ളാൻ പാടില്ല. അത് ഔദ്യോഗിക ഗ്രന്ഥമാണ്, അതിലൊറ്റ ലൈഫിൽ ആര് പറഞ്ഞാലും. പക്ഷെ നമ്മളെ തെളിവുകളൊക്കെ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഓരോന്നെടുത്തുകൊണ്ടും തെളിയിക്കും. ആ തെളിവിൽ എല്ലാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ്, വാൽമീകിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ്രീന് നെഞ്ഞമ്മ കയ്യെട്ടണോ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ കേൾപ്പിക്കരുത്. ലോകത്ത് 4 മദ്ഹബുണ്ട്. 4 മദ്ഹബിൽ ഒരു മദ്ഹബില്ലാത്ത പരിപാടിയാണ് ഈ നെഞ്ഞുകെട്ടും കൊരിയുന്നവരെ. നെഞ്ഞുകെട്ടും കൊരിയെന്ന് പറഞ്ഞാല് നിൽക്കരിക്കുമ്പോൾ നെഞ്ഞു കെട്ടുക, സലാം വീട്ടിൽ കഴിഞ്ഞാൽ കൊരച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുക, വേർക്കാൻ നിൽക്കാതെ. ഇത് സത്യത്തിൽ വന്നവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. എന്തുകൊണ്ട് നിങ്ങള് മറ്റോടത്തൊക്കെ നെഞ്ഞിന്റെ താഴെയുള്ള പരിപാടി അല്ലാതില്ല. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ വ്യക്തമായിട്ട് തന്നെ സ്വഹാബത്ത് പറയുന്നത്, അലി റളിയല്ലാഹു തആല അടക്കമുള്ള ആളുകൾ നമസ്കരിക്കുമ്പോൾ നെഞ്ഞിന്റെ പൊക്കളിന്റെയും താഴെ കൈവച്ചിരുന്നത്. ഇമാം മഹല്ലി ഈ അലസ്വദ്രി എന്നുള്ള ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? നെഞ്ഞിന്റെ അടിയിൽ നിന്നാണ്. അല എന്നുള്ളതിന് മേലേന്ന് അർത്ഥമുണ്ട്. എല്ലായിടത്തും മേലേന്ന് അർത്ഥം വെച്ചാൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ദഖൽതു അലാ ആയിഷത, ഹദീസിലുണ്ട്, ഞാൻ ആയിഷയുടെ മേത്ത് കൂടെ ചവിട്ടിക്കയറ്റിയെന്ന അതിന്റെ അർത്ഥം. ആയിഷ ബീവിന്റെ അരികിലേക്ക് ചെന്നപ്പോൾ അല ഒരു പദത്തിന് ഒരുപാട് അർത്ഥം ഉണ്ടാവും. അതിന് ഏതോ ഒരർത്ഥം മാത്രം പിടിച്ച് എല്ലായിടത്തും അതന്നെയെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും അബദ്ധം വരും. പദപ്രയോഗം തന്നെ അങ്ങനെയുള്ളത്. അതുകൊണ്ടാണ് ഒരൊറ്റ ഇമാമും നെഞ്ഞിന് മേലെ പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, 1929 അച്ചടിച്ച് പുറത്തിറക്കിയ ടി.കെ. മൗലവി, ഇ.കെ. മൗലവി, എം.സി.സി. മൗലവി മർഹൂംസ്, ഈ 3 മുജാഹിദിന്റെ മൗലവിമാരും കൂടെ മുത്തഫഖുൻ അലൈഹിയായിട്ടുണ്ടാക്കിയ കിതാബു അവ്വലി ഫിൽ അമലിയാത്ത്, അതിൽ പറയുന്നത് അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലി വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയിനെ മണിബന്ധത്തിൽ പിടിച്ച് നെഞ്ഞിനും പൊക്കിളിനും ഇടയിൽ വെക്കേണ്ടതാണ്. അന്ന് അവർക്ക് തിരിഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ അന്ന് മുജാഹിദ് ഡേഞ്ചർ അല്ല. അന്ന് മൗലൂദുണ്ട്, അറബിയുടെ കുത്തുബയാണ്, പെണ്ണ് വരാൻ തുടങ്ങിയിട്ടില്ല, 20 ഉണ്ട്. പിന്നെ മുജാഹിദിന് വിഷം കൂടി ഇങ്ങനെ വന്നു. കൂടി വന്നപ്പോൾ അള്ളാഹ്ക്കും തന്നെ പിന്നെ ഇതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നായല്ലോ. തിരിയുന്ന ആളുകൾ ചിഹ്നം കണ്ടിട്ട് ചെയ്തോട്ടെ, അങ്ങനെ തീരുമാനിച്ചു. കെട്ടുപിടിക്കോട്ടെ. ഏതാ കെട്ട്? ട്രാൻസ്ഫോർമർ കണ്ടിട്ടില്ലെങ്കിൽ സാധാരണ ഉണ്ടാകുന്നത് വലിയ ജനറേറ്ററിന്റെ അപ്പുറത്തും ഉണ്ടാവും ഒരു അസ്ഥികൂടം, ഒരു തലയോട്ടി, 2 അസ്ഥികളും. കാഴ്ച ബംഗ്ലാവിലൊക്കെ നരി, സിംഹം, പുലി അതിന്റെ കൂടിന്റെ പുറത്തും ഉണ്ടാവും. കളിക്കണ്ട, ഡേഞ്ചറാണ് കേസ് എന്നാ. ഇതേപോലെ അല്ലാഹു അക്ബർ എന്നെ തുടരണ്ട, സലാം പറയണ്ട, മൈത്തുസ്കിക്ക ഡേഞ്ചർ ആടുന്ന ഈ ഒരു ചിഹ്നം വരാതിരിക്കാൻ സ്വാഭാവികമായിട്ട് നോക്കിക്കോ നിങ്ങൾ. പ്രമാണബദ്ധമായി നാം അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ ഇങ്ങോട്ട് നോക്കിയത് അപ്പം ഒരു പ്രവർത്തിച്ചപ്പെടും. അതുകൊണ്ട് പ്രമാണങ്ങളൊക്കെ വഴിപ്പാക്കാൻ തീരുമാനിച്ചു. ഒറ്റയടിക്ക് വഴിപ്പാക്കാൻ കഴിയൂല. അതിന് എടുത്തൊരു ഹിക്മത്തുണ്ട്. അയാൾ പറഞ്ഞു, അങ്ങനെ ബുഖാരി മുസ്ലിം എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ആ 2 ചട്ടയുടെ ഉള്ളിൽ ഉള്ളത് എല്ലാം അംഗീകരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കണ്ട. ആദ്യം ഇയാൾ പറഞ്ഞു ഒരൊറ്റൊന്നും ലൈഫില്ല, ഇപ്പൊ അവർക്ക് ലൈഫ് ആക്കണം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നിട്ട് കൊടുക്ക്. സഹീൽ ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ, ഇമാം ബുഖാരി മഅസൂമാണെന്നോ, ആ 2 ചട്ടക്കുള്ളിലുള്ളത് എല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഉണ്ട്. തൊട്ടു മുമ്പ് ഫസ്റ്റ് ഇട്ട ക്ലിപ്പിൽ ഇയാളുടെ ശിഷ്യൻ തന്നെ സദായി പ്രസംഗിച്ചത് എന്താണ്? സാധാരണക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന തെളിവേതാന്നാ ചോദിച്ച്. 1 അല്ല 2 കേട്ടുള്ളൂ. ഇമാം ബുഖാരിയുടെ സ്വഹീഹും ഇമാം മുസ്ലിമിന്റെ സ്വഹീഹും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒറ്റൊന്ന് പോലും ദഈഫില്ല. മുസ്ലിം പണ്ഡിത ലോകത്ത് ധാരാളം ചർച്ച നടന്നിട്ടുണ്ട്. ഒരു സാധാരണക്കാരന് വിശ്വസിക്കാവുന്ന ഒരു ഹദീസ് ഗ്രന്ഥം ഏതാണ്? 1 അല്ല 2 കേട്ടോളൂ. ഇമാം ബുഖാരിയുടേതും ഇമാം മുസ്ലിമിന്റേതും. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും സ്വഹീഹുകളിൽ ഒന്നുപോലും ലഈഫില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഹദീസ് പോലും ലഈഫുള്ളതായിട്ട് ആർക്കും കാണിക്കാൻ സാധ്യമല്ല. അതുമായി ബന്ധപ്പെട്ട ദീർഘമായ ചർച്ചകൾ ഇസ്ലാമിക ലോകത്ത് എന്നും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഇപ്പൊ ലൈഫാണ് വിവരം കിട്ടിയത്? ഒന്നും കൂടി ചിന്തിക്കുക. ഏത് ഈ ഗ്ലാസ് നോസ്റ്റും പെരിസ്ട്രോയിക്കയും ഇസ്ലാമ് പറ്റൂലല്ലോ.
ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തം തന്നെ മാറ്റാൻ ജിബ്രീൽ ഇറങ്ങി വരൂലല്ലോ. ഈ ബുഖാരിക്ക് ലൈഫാക്കാനതിന്റെ അർത്ഥം എന്താ? നിങ്ങള് പോലീസ് സ്റ്റേഷനിൽ കളവ് നടക്കുകയെന്നാ. ആഹാ, കളവ് നടക്കുമ്പോ പരാതിപ്പെടാനുള്ള സ്ഥല പോലീസ് സ്റ്റേഷൻ. പെറ്റീഷൻ കൊണ്ടുവന്നപ്പോ എസ് ഐ സാറ് പറഞ്ഞു, എക്സ്ക്യൂസ് മീ, ഇരിക്കട്ടെ അവിടെ, എന്ത് അതിലെ ഫയല് കട്ടുകൊണ്ടേക്കുന്നത്, എന്താ ചെയ്യാ, ഇനി അങ്ങോട്ടാ പോവാ. കാരണം ഖുർആൻ കഴിഞ്ഞ പ്രബല തെളിവല്ലേ ബുഖാരി. ഈ ബുഖാരി മുഴുവനും അംഗീകരിക്കാൻ പറ്റൂല. ഇതൊരു മൗലവി പറഞ്ഞപ്പോ മറ്റേ ഗ്രൂപ്പിലെ മൗലവി പറഞ്ഞു, ആ നിങ്ങളങ്ങനെ മൊത്തത്തിൽ പറഞ്ഞല്ലേ, ഞാൻ 60 എണ്ണം ലൈഫാക്കിയിട്ടുണ്ട് പോരെ. ആഹാ, സലാഹുലമി ധൈര്യത്തോടു കൂടെ മുപ്പര് പിന്നെ അങ്ങനെയാണ് ഹദീസ. അപ്പൊ അതുകൊണ്ട് മൂപ്പര് പറഞ്ഞു, ഞാൻ 60 എണ്ണം ലൈഫാക്കിയിട്ടുണ്ട്. ഇസ്ലാം കൊണ്ടാ കൂട്ടിയേക്കാളി നോക്കണം. 60 ലൈഫാക്കി. നമുക്ക് പറയാം, ഒരേക്കർ തെങ്ങും തോട്ടുണ്ടായിരുന്നു, ഒരു മോളെ കെട്ടിച്ചു, കടം വന്നു, 10 സെന്റ് ഞാൻ വിറ്റിട്ടുണ്ട്, ആരും ചോദിക്കൂല. ഇത് അങ്ങനെയല്ല. ഇസ്ലാമിന്റെ പ്രമാണ സ്വന്തം തറവാടല്ല, സ്വന്തം പേരെ സ്ഥലമല്ല. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് ഖിയാമത്ത് നാളെ വരാനുള്ളവർക്ക് പ്രമാണാണത്. ആ പ്രമാണം തള്ളിക്കളയാൻ ആരവകാശം കൊടുത്തു? ചിന്തിച്ചോ, മരിച്ചു പോകേണ്ട തടിയാ നമ്മള്. വിശദമായിട്ട് മനസ്സിലാക്കിക്കോ. സലാഹുലമി തള്ളി വിട്ടു. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത്? നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയലാതെ കൂട്ടരെ ഞാൻ എന്റെ ലൈഫിൽ ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? നിങ്ങൾ 100 സുന്നത്തെ നഷ്ടപ്പെടുക, എന്താ പ്രശ്നം? ഒരുപാട് ഇതുപോലെ എണ്ണമുണ്ട്. പക്ഷെ നമ്മളെ സമയം, നമ്മൾ നിയമത്തെ മാനിക്കുന്ന ആളുകളാ. അതുകൊണ്ട് മാത്രമല്ല ഇത് ഇട്ടാ തീരുന്ന പ്രതീക്ഷ നമുക്കില്ല. ഞാൻ കൊണ്ടുവന്നപ്പോ ആ ചെറിയ ലാപ്ടോപ്പ് എൻ്റെ അടുത്തുള്ളത്. ആ ലാപ്ടോപ്പ് തന്നെ ഇപ്പൊ 600 ചില്ലാന് ക്ലിപ്പ് ഇടാണ്ട്. അപ്പൊ എത്ര ദിവസം വേണ്ടി വരും? അപ്പൊ ഏതായാലും ഒക്കെ തീരുണ്ടെന്ന് ഉറപ്പാണ്. അപ്പൊ പിന്നെ